അതായത് എന്നോട് ചോദിച്ച ചോദ്യം കഴിഞ്ഞ CAA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബെന്നി ബെഹനാൻ സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ? എവിടെയായിരുന്നു അദ്ദേഹം? അതെ, ഇന്ത്യയിലെമ്പാടും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിനകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള സമരങ്ങൾ CAA വിരുദ്ധ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് ആലുവ വരെയുള്ള 19-20 കിലോമീറ്റർ നടന്നുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ UDF MP-മാരുടെ നേതൃത്വത്തിൽ നടത്തിയത് ആലുവക്കാർ മറന്നുപോകില്ല. ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം CAA വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കുമായിട്ട് കേരളത്തിലെമ്പാടും നടന്നിട്ടുള്ള നേതാവിൻ്റെ പേര് ബെന്നി ബെഹനാൻ. ഒരിക്കൽ പോലും അദ്ദേഹം ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുക്കുന്ന നിലപാടുമായിട്ടാണ് ഈ കാലം വരെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിൽ ആത്മാർത്ഥതയിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ട് പ്രകടന പത്രികയിൽ CAA ഉൾപ്പെട്ടില്ല എന്ന ചോദ്യമുണ്ട്. കുറ്റകരമായ മൗനമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും വിമർശിച്ചിരുന്നു. അല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യത്തെ 543 സീറ്റിലും കോൺഗ്രസോ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന പാർട്ടികളിൽപ്പെട്ട ആളുകളോ വിജയിച്ചു വരേണ്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അധികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിവിസിബിൾ പോളിസിയുടെ പേരിൽ പ്രത്യേക താല്പര്യമെടുത്ത് ആളുകളെ ഭിന്നിപ്പിക്കുന്ന നയം BJP ഇറക്കുന്ന നയത്തിന്റെ ചൂണ്ടയിൽ കൊത്താനല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് പറയേണ്ട, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന മുഴുവൻ നിയമങ്ങളും ഞങ്ങൾ റിവ്യൂ ചെയ്യും. അതെല്ലാം മാറ്റി പുതിയ നിയമങ്ങൾ നടപ്പാക്കുമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയുടെയോ ശശി തരൂരിന്റെയോ കോൺഗ്രസ് നേതാക്കന്മാരുടെയോ CAA വിരുദ്ധ സമരങ്ങളിലെ ആത്മാർത്ഥ കുറവിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അത് ചോദിക്കാൻ എന്ത് അവകാശമുണ്ട്? കേരളത്തിലെ മുഴുവൻ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അറിയാം ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താന്ന്. ഇവിടെ CAA വിരുദ്ധ സമരം കോൺഗ്രസും LDF-ഉം UDF-ഉം LDF-ഉം ഒന്നിച്ചല്ലേ നടത്തിയത്, ഒന്നിച്ചല്ലേ നമ്മൾ പ്രമേയം പാസ്സാക്കിയത്. അതിനുശേഷം നമ്മൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനെതിരെ എടുത്ത കേസിൽ 573 കേസിൽ കുറ്റപത്രം കൊടുത്തിട്ടുള്ള സർക്കാരാണ് പിണറായി സർക്കാർ. മാത്രവുമല്ല, ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ 2 ആഴ്ചക്കാലം മുമ്പ് കേരളത്തിലെമ്പാടും യൂത്ത് കോൺഗ്രസിന്റെയും MSF-ന്റെയും ഫ്രട്ടേണിറ്റിയുടെയും ചെറുപ്പക്കാർ സമരം ചെയ്തപ്പോൾ നരേന്ദ്രമോദിയുടെ കോലം ഞങ്ങൾ കത്തിക്കുമ്പോൾ CPM-ന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ സർക്കാർ, അവരുടെ പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നു. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയൻ എങ്ങനെ അത് കലാപാഹ്വാനമായിട്ട് തന്നത്? അത് ഞങ്ങളോട് പറഞ്ഞു തരണ്ടേ? മാത്രമല്ല, ഇത് ആലുവയിലല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ആലുവയിലെ നാട്ടുകാർ സംഘടിച്ച് പോലീസിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാ ആലുവ ഒരു പ്രത്യേക സ്ഥലമാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. ഇവിടെ ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് അവിടുത്തെ SP-യുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് 2.5 വർഷം കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഇടപെട്ടത് തിരുത്തിയിട്ടുണ്ടോ? മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആളെ കൊല്ലാൻ വിടാൻ ഇന്നോവ വിട്ട പാർട്ടിയുടെ നേതാവ്, എന്നിട്ട് തീവ്രവാദികളാണ് കൊന്നതെന്ന് പ്രസംഗിച്ച് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, പാർട്ടി ചാനലും പത്രങ്ങളും മുഴുവൻ പ്രചരണം നടത്തി. മാപ്പ് പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ ഇവർ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഇവരുടെ നയം എന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ്. സംഘപരിവാറിന്റെ കേരളം കണ്ട ഏറ്റവും വലിയ നേതാവാണ് പിണറായി വിജയൻ. സംഘപരിവാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എതിര് പറയാൻ പറ്റുമോ? ഇവിടെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടത്തിയ മുഴുവൻ ജനവിരുദ്ധ പരിപാടികളും, ഈ റിയാസ് മൗലവിയുടെ മരണമടക്കം, അതിൽ അലനും താഹയും എന്ന് പറഞ്ഞ SFI-യുടെ DYFI-യുടെ പ്രവർത്തകർക്കെതിരെ UAPA പ്രകാരം കേസെടുത്ത പിണറായി വിജയന്റെ സർക്കാർ റിയാസ് മൗലവി എന്ന് പറഞ്ഞ ഒരു സാധാരണപ്പെട്ട ഒരു ആള് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ, അദ്ദേഹത്തിന്റെ പള്ളിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ പോയി വെട്ടിക്കൊന്നവർക്കെതിരെ UAPA എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയണ്ടേ? അത് പറയാതെ എന്തുകൊണ്ടാ? ഇവിടെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഇവരുടെ സ്നേഹം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് നരേന്ദ്രമോദിയേക്കാൾ മുമ്പ് ആവശ്യപ്പെട്ടത് EMS സമുദ്രിപ്പട. തർക്കമന്ദിരമായിട്ടുള്ള ബാബറി മസ്ജിദ് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് EMS സമുദ്രിപ്പട. ഇവരുടെ ന്യൂനപക്ഷ സ്നേഹത്തെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ BJP പറഞ്ഞൊരു കാര്യമുണ്ട്, നെഹ്റു ഈ രാജ്യത്തെ കൊള്ളയടിച്ചു, അഴിമതി നടത്തി, വീട്ടിലേക്ക് കൊണ്ടുപോയിന്ന്. സ്വന്തം വീട് ഈ രാജ്യത്തിന് എഴുതി കൊടുത്ത ആളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു. ആ തീൻമൂർത്തി ഭവന്റെ പേരിപ്പോൾ നരേന്ദ്രമോദി മാറ്റിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല. പക്ഷെ നെഹ്റു സംഭാവന ചെയ്ത സ്വന്തം വീടിന്റെ പേര് മാറ്റിയിട്ട് അത് പ്രധാനമന്ത്രിയുടെ മ്യൂസിയമായിട്ട് മാറ്റിയിരിക്കുക നരേന്ദ്രമോദി. ഞാൻ ഒറ്റ കാര്യം പൂർത്തിയാക്കട്ടെ. മോദി പുരോഗതി നടത്തി എന്ന് ഇവർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്,
സഹോദര, വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? പെട്രോളിയം നികുതിക്കൊള്ള ഇല്ലാതാക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? തൊഴിൽ നൽകാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചോ? സ്ത്രീകൾക്കും കുട്ടികൾക്കും ആദിവാസികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങളുടെ സർക്കാരിന് സാധിച്ചോ? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം എന്ത് ഭരണ നേട്ടമാണ് നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കണം. ഭിന്നിപ്പ് വിതച്ചുകൊണ്ടല്ല വോട്ട് പിടിക്കേണ്ടത്. അദ്ദേഹത്തിന് മറുപടി കഴിഞ്ഞിട്ട് വീണ്ടും വരാം. പറഞ്ഞു. ഇവിടെ കോൺഗ്രസിന്റെ വക്താവ് ചൂണ്ടിക്കാണിച്ചത് ശ്രീ ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നാണ്. ഈ ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാത്ത ഒരു MP എന്ന നിലയിൽ തന്നെയാണ് ബെന്നി ബെഹനാൻ അറിയപ്പെടുന്നത്. ഇന്ന് അത് പറയാനുള്ള കാരണം അതിരപ്പള്ളി വാഴച്ചാല് എടാറ്റൂൺ ടൂറിസ്റ്റ് സർക്യൂട്ട് ആ പദ്ധതി 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. മലയാറ്റൂർ കാലടി പിൽഗ്രിം സെന്റർ വികസനം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ഇടപെടാത്ത ഒരു MP എന്ന നിലയിലാണ് ബെന്നി ബെഹനാൻ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ BJPയുടെ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവകാശപ്പെടുമ്പോഴാണ്, ആ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുമ്പോഴാണ് ഇന്ത്യ 23 കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യമായി ഇന്ന് അറിയപ്പെടുന്നത്. ലോകത്ത് ആ രീതിയിൽ ഇന്ത്യ അറിയപ്പെടുന്നത്. അങ്ങനെ പട്ടിണി കിടക്കുന്നവരുടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 15 ലക്ഷത്തോളം വരുന്ന തൊഴിലുകൾ നികത്തപ്പെടാൻ കിടക്കുകയാണ്. അത് നികത്തപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അതോടൊപ്പം തന്നെ പട്ടിണി, കൃഷിക്കാർക്കെതിരെയുള്ള യുദ്ധം നിലയിലുള്ള അവർക്കെതിരെയുള്ള സിവിൽ നിയമങ്ങൾ പിന്നെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെൻറ് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെൻറ്റിൻ്റെ ആ രീതി കൊണ്ടാണ് ഇപ്പോൾ CAA കൊണ്ടുവന്നത്. CAA സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് പ്രതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എവിടെ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു? ബെന്നി ബെഹനാൻ MP ആണ്, ലോകസഭ MP ആണ്. ഷഹാൻപൂരിൽ സമരം ഉണ്ടായി, ഡൽഹിയിൽ സമരം ഉണ്ടായി. അവിടെയെല്ലാം തന്നെ സമരം നടത്തിയപ്പോൾ ഈ പറയുന്ന ബെന്നി ബെഹനാൻ എവിടെയായിരുന്നു? കോൺഗ്രസ് എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അവിടെ ആയിരക്കണക്കിന് ആളുകൾ അതിശക്തമായ സമരം നടത്തിക്കൊണ്ട് CAA പൗരത്വം ഭേദഗതി നിയമം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കാൻ കോൺഗ്രസ് ഉണ്ടായില്ല. മാത്രമല്ല, ഈ പൗരത്വ ഭേദഗതി ബില്ലിനായിട്ടുള്ള വോട്ടെടുപ്പ് വന്നപ്പോ അവിടെ ഇല്ലാത്ത MP-യുടെ പേരാണ് ബെന്നി ബെഹനാൻ എന്ന് പറയുന്നത്. കോൺഗ്രസ് വോട്ട് ചെയ്തില്ല. ആ ഭേദഗതി നിയമത്തിനായി കോൺഗ്രസ് വോട്ട് ചെയ്തില്ല. അത് കാണാതെ പോകരുത്. ആ നിലയിൽ ഇന്ന് ഇന്ത്യക്കകത്ത് മുസ്ലിം വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് 2ാം നിര പൗരന്മാരാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയുള്ള നിയമം കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് എവിടെ പോയത് ചോദ്യത്തിനകത്ത് ആ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ആലുവയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എളുപ്പമാണ് പ്രകടനം നടത്താൻ സംഘടിപ്പിക്കാൻ. കോൺഗ്രസ് നടത്താൻ വേണ്ടിയുള്ള ചങ്കൂറ്റം കാണിക്കാത്ത കോൺഗ്രസ് ആണ് ഇപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു ആലുവയ്ക്ക് കുഴപ്പമുണ്ടെന്ന്, നിങ്ങളും പറയുന്നു ആലുവയ്ക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? അതൊന്ന് പറഞ്ഞേ. ആലുവയിൽ സമരം നടത്തിക്കൊണ്ട് മാത്രമായില്ല. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ, ചൂടായിട്ട് യാതൊരു കാര്യവുമില്ല. ആലുവയിൽ മാത്രം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ഈ വിധത്തിൽ 2ാം നിര പൗരന്മാരായി മാറ്റുവാൻ ശ്രമിച്ചപ്പോൾ ഒന്നും ചെയ്യാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. അതുകൊണ്ട് തന്നെയാണ് പ്രകടന പത്രികയകത്ത് ഈ പറയുന്ന ഭാഗം ഇല്ലാതെ പോയിട്ടുള്ളത്. പ്രത്യേക പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയുടെ തലം പ്രത്യേക പരാമർശം നടത്തി അദ്ദേഹം വർഗീയമായ കോൺഗ്രസിന്റെ സുഹൃത്ത് തന്റെ ചെവിക്ക് നീ പ്രശ്നമുണ്ടെങ്കിൽ ആ ചെവി കഴുകിച്ചു നോക്കുക. അതല്ലാതെ ആലുവയ്ക്കകത്ത് സമരം ചെയ്യാൻ എളുപ്പമാണ്, അങ്കമാലിക്കകത്ത് സമരം ചെയ്യാൻ എളുപ്പമാണ്. യാതൊരു കാര്യമില്ല. അങ്കമാലിക്കകത്ത് സമരം ചെയ്യാം, ആലുവയ്ക്കകത്ത് സമരം ചെയ്യാം, എറണാകുളത്ത് സമരം ചെയ്യാം. എന്തുകൊണ്ട് സമരം ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന ഈ MP ഡൽഹിക്കകത്ത് സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഇല്ലാതെ പോയെന്ന് ഇവിടെയുള്ള കോൺഗ്രസിന്റെ വക്താവ്. ആലുവ പരാമർശം നേരത്തെ നിയമസഭയിൽ വലിയ ചർച്ചയായതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ താങ്കൾ പറഞ്ഞതും അതേ അർത്ഥത്തിലാണെന്ന് വളരെ
വളരെ സ്പഷ്ടമായി പറയുന്നു, ആ. ബെന്നി ബെഹനാൻ MP-ക്ക് ആലുവയിൽ സമരം ചെയ്യാം, എറണാകുളത്ത് സമരം ചെയ്യാം, കേരളത്തിൽ സമരം ചെയ്യാം, അങ്കമാലി സമരം ചെയ്യാം. എന്തുകൊണ്ട് ഷഹാൻപൂരിൽ സമരത്തിൽ നേതൃത്വം കൊടുത്തില്ല? എന്തുകൊണ്ട് പാർലമെന്റിൽ സമരം നേതൃത്വം കൊടുത്തില്ല? എന്തുകൊണ്ട് പൗരത്വ ബില്ല് ഭേദഗതിക്കകത്ത് ഇടപെട്ടുകൊണ്ട് വോട്ട് ചെയ്തില്ല? അതാണ് എന്റെ ചോദ്യം. അതെ കേക്കണില്ല. അതാ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പൂമുടൽ നടത്തില്ലേ, അതിന്റെ പേരെ മൃദു ഹിന്ദുത്വം. ഒരു കാര്യം എനിക്ക് ഇവിടെ സ്ഥാനാർത്ഥികൾ അമ്പലങ്ങളും പള്ളികളും കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. ആളുകൾ പള്ളിയിൽ പോകും, അമ്പലത്തിൽ പോകും, അവരുടെ വിശ്വാസങ്ങൾ നടത്തും. ഇഷ്ടപ്പെടാത്ത കാര്യം പറയുമ്പോ പറയാ. വെറുതെ ആക്ഷേപിച്ചിട്ട് യാതൊരു കാര്യവും പറയുന്നതല്ല, ഇത് സംഭവിച്ച കാര്യമാണ്. അങ്ങനെ ഒന്നും ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. പറയൂ, 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 പറയൂ. ഇത് അങ്ങനെയുള്ള തിരിച്ചു ആക്ഷേപം രണ്ട് പറയണം. മുന്നണികളോടാണ് കാര്യമുണ്ടല്ലോ. നിങ്ങൾ ഐ കുത്തായിട്ടും എൻ കുത്തായിട്ടും ഈ ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് മത്സരിച്ചാൽ പോരെ? അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുതലക്കണ്ണീർ ഒഴുക്കുന്ന രണ്ട് മുന്നണി സംവിധാനങ്ങൾ അവർ ഒരുമിച്ച് ഭരിച്ച സമയത്തും കോൺഗ്രസ് ഭരിച്ച സമയത്തും ഈ ചാലക്കുടി ഉൾപ്പെടെയുള്ള പൈതൃകമായിട്ടുള്ള മലയാറ്റൂരും അതേപോലെ കോലഞ്ചേരി കടമറ്റവും മോരക്കാല പള്ളി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കാലടി ഉൾപ്പെടെയുള്ള ഈ പൈതൃകത്തിന് എന്ത് ചെയ്തു എന്ന് ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഈ മുന്നണികൾ പറയട്ടെ. ഇവര് മുതലക്കണ്ണീർ ഒഴുക്കണ്ടല്ലോ. ആരാണ് ഇവിടുത്തെ ഈ ഈരാട്ടുപറ്റ ഉൾപ്പെടെയുള്ള തീവ്രവാദ വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ഈ കോൺഗ്രസിന്റെ നേതാവ് തയ്യാറായത്? എന്താ? SDPI പിന്തുണയ്ക്കുന്നുകൊണ്ടാ? നിഷേധിക്കാൻ പറ്റുമോ? അല്ല ഞാൻ പറഞ്ഞോട്ടെ SDPIയുടെ പിന്തുണയും വേണ്ട, BJPയുടെ പിന്തുണയും വേണ്ട, സ്വീകരിച്ചല്ലോ. SDPIയുടെ പിന്തുണ സ്വീകരിച്ചല്ലോ. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് സ്വീകരിച്ചല്ലോ. SDPI പിന്തുണ സ്വീകരിച്ചല്ലോ. ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഈ പറയട്ടെ. മുന്നണിയായിട്ട് മത്സരിക്കണ്ടേ എന്നല്ല ചോദിച്ചേ, അതിന് ഉത്തരം പറയട്ടെ. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ എങ്ങനെ എതിർക്കുന്നു അതിന്റെ നരേന്ദ്രമോദിക്കെതിരെ ഇന്റർനാഷണൽ കോൺഗ്രസിന് സാധിക്കില്ല. ആണെങ്കിലും SDPI ആണെങ്കിലും ഭീകരവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒറ്റ നയമാണ്. ഇവിടെ കോൺഗ്രസ് ഇവിടെ ഒരു സുഹൃത്ത് ചോദിക്കണ്ടായി. ആവശ്യമില്ല. RSSന് പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. അവരുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് കൃത്യമായി പറയുണ്ടായി. SDPIയുടെ പിന്തുണ ആവശ്യമില്ല, അവരുടെ വോട്ട് ആവശ്യമില്ല, RSSന്റെ വോട്ട് ആവശ്യമില്ല, പിന്തുണ ആവശ്യമില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയാവുന്ന ഏക പ്രസ്ഥാനം LDF ആണ്. ആ ചിന്ത ഉണ്ടാകണം. SDPIയുടെ പിന്തുണ വാങ്ങിക്കൊണ്ട് വെമ്പായം പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയത് പിറ്റേ ദിവസം രാജിവെച്ചിട്ടുണ്ടാവും. ആ പ്രസിഡന്റ് അവിടെ ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാജിവെച്ചെങ്കിൽ SDPI പിന്തുണ കോൺഗ്രസ് പിന്തുണ CBIയുടെ വക്കീൽ 38 തവണ സുപ്രീം കോടതി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഉൾപ്പെടെ മണിപ്പൂര് കത്തിയപ്പ അട്ടഹാസം രചിച്ചിരുന്ന ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഭരണത്തിൽ കയറിയപ്പോ 50 രൂപക്ക് പെട്രോള്, 400 രൂപക്ക് ഗ്യാസ് ഞങ്ങൾക്കാർക്കും ഇവിടെ നിൽക്കണ ആർക്കും കിട്ടിയിട്ടില്ല. BJPക്കാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഹലോ, ഇവിടെ ഈ രാജ്യം BJPയുടെ 2 പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഒന്ന് AB വാജ്പേയിയും ഇപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദിജിയും കൂടി. ഈ രാഷ്ട്രം മറ്റ് വിദേശ നയമെടുത്ത പാലസ്തീന്റെ വിഷയത്തിൽ AB വാജ്പേയിയുടെ നയം എന്തായിരുന്നു? നരേന്ദ്രമോദിയുടെ നയം എന്തായിരുന്നു? ഇത് BJP രാഷ്ട്രീയം, BJPക്കാര് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. അതിന് താങ്കൾ തയ്യാറുണ്ടോ? ശരി, ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള കൂടി എടുക്കണം. ഇടവേള കഴിഞ്ഞ് നമുക്ക് ചർച്ചയിലേക്ക് തുടരാം. നമ്മൾ ചർച്ച തുടരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം.